ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നോക്കുന്നത്. യുവർ പേഴ്സൺ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് ഔട്ട്കം. അതിൽ നിങ്ങൾ എന്നതിന് 9 ഓഫ് വാൻസ്, നിങ്ങളുടെ വ്യക്തി എന്നതിന് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, നിങ്ങളുടെ ബന്ധത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ 10 ഓഫ് പെൻഡക്കിൾസ് എന്ന കാർഡ്സുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം അവസാനിച്ചു, ഇനി ഈ ബന്ധത്തിൽ പ്രതീക്ഷ വയ്ക്കേണ്ട എന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. എന്തൊക്കെയോ കാരണങ്ങൾ നിങ്ങളെ ഇപ്പോൾ അങ്ങനെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് വേണ്ടി എന്ത് ത്യജിക്കുവാനും തയ്യാറായിട്ടാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണുള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ മറികടക്കുവാനും നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കുവാനും നിങ്ങളുടെ ഇടയിൽ മറ്റെന്തു പ്രശ്നം വന്നാലും അതിനെ നേരിടുവാനും തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങളുടെ പേഴ്സണും വളരെ സപ്പോർട്ടീവാണ്. അവർ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുവാനും നിങ്ങൾ എല്ലാത്തിലും തൃപ്തരാണ് എന്ന് ഉറപ്പുവരുത്തുവാനും ആഗ്രഹിക്കുന്നു. കൂടാതെ അവരുടെ സുഖദുഃഖങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ഈ സ്നേഹം മൂലം അവർ നിങ്ങളുടെ നല്ല വശങ്ങൾ മാത്രമേ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. ഒന്നിനു വേണ്ടിയും നിങ്ങളെ വിട്ടു നൽകാൻ അവർ തയ്യാറല്ല. ഈ ബന്ധത്തിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. യൂണിവേഴ്സാണ് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത്. നിങ്ങൾ കണ്ടുമുട്ടണം, അടുക്കണം എന്നുള്ളത് യൂണിവേഴ്സ് മുന്നേ തന്നെ കുറിച്ചു വച്ചിട്ടുള്ളതാണ്. പല ജന്മങ്ങൾ നിങ്ങൾ ഒന്നിച്ചായിരുന്നു. നിങ്ങൾ പരസ്പരം കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ, അതും പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടാകാം. നിങ്ങൾ തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാണ്. കുറവുകളൊക്കെ ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് അത് അനായാസം നികത്താവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ബന്ധത്തിൻ്റെ വ്യാപ്തി ഒരുപക്ഷെ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. എതിർപ്പുകൾ പല വശത്തു നിന്നും വരുന്നുമുണ്ടാകും. പക്ഷേ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നേ മതിയാകൂ. താങ്ക് യു ഡിയേഴ്സ്.